നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചിക്കൻ പിസ്സ തയ്യാറാക്കിയാലോ? അതും ഫ്രൈ പാനിൽ. ഒരു ബൗളിലേക്ക് 1½ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് പഞ്ചസാര, 1 സ്പൂണ് ഈസ്റ്റ്, 1 സ്പൂണ് പാൽപ്പൊടി, കുറച്ച് ഉപ്പ്, ബട്ടറും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്താക്കി കുഴച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് സോയാ സോസ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. സ്റ്റൗവിലേക്കൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ഇട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതെല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഡോ ഒന്ന് ഫ്രൈ പാനിലേക്ക് വെച്ച് പരത്തി കൊടുക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒഴിച്ചെടുക്കുക. ഇതെല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചീസ് സ്ലൈസാണ് വെക്കുന്നത്. കട്ട് ചെയ്ത വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ സവാളയും ക്യാപ്സിക്കവുമാണ് എടുത്തത്. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ചെടുക്കുക. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.